ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അസാധാരണമായി ഒന്നും എന്നിലില്ല. ഞാൻ എല്ലാ ദിവസവും ദൈവവചനം വായിക്കാനും പഠിക്കാനും വ്യാഖ്യാനിക്കാനും എഴുതാനും പ്രസംഗിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. എനിക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അത് എൻ്റെ ധർമ്മമാണ്. ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അവൻ അറിയുന്ന ക്രിസ്തുവിനെ, അവന്റെ കർത്താവിനെ, അവന്റെ നാഥനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രസംഗത്തിലൂടെ ആവാം, പ്രവൃത്തിയിലൂടെ ആവാം, അത് പാട്ടിലൂടെ ആവാം, ഗാനങ്ങളിലൂടെ ആവാം, മറ്റേത് രീതിയിലും ആവാം. പക്ഷെ ഇത് ചെയ്യേണ്ടുന്നത്, നമ്മുടെ കർത്താവിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് നമ്മുടെ പ്രാഥമികമായ ധർമ്മമാണ്. ഒരു ക്രൈസ്തവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ധർമ്മം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുതിരുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. 1984 ഞാൻ ആലപ്പുഴയിലെ സബ് കളക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ 80 ബാച്ച് കഴിഞ്ഞ് 2 വർഷം ട്രെയിനിങ്. അത് കഴിഞ്ഞ് ആദ്യത്തെ വർഷം മൂവാറ്റുപുഴ സബ് കളക്ടർ. ഒരു വർഷമേ അവിടെ ഇരുന്നുള്ളൂ. അതിനു മുമ്പ് എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു ആലപ്പുഴയ്ക്ക്. ആലപ്പുഴയിലെ ഞാനിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയില്, ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്, ഞങ്ങളുടെ പള്ളിയിലെ ഒരു കത്തനാര്, ഒത്തിരി പ്രായമായ അച്ഛനാ, അന്ന് തന്നെ 10-80 വയസ്സോളം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അച്ഛൻ എന്റെ വീട്ടിൽ വന്നു എന്നെ കാണാനായിട്ട്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, മോനെ നീ ഇങ്ങനെ തെക്ക് വടക്ക് ഓടി നടന്ന് പ്രസംഗിക്കുന്നൊക്കെ കാണുന്നു, നിനക്ക് പള്ളിയിൽ വന്നൊന്ന് പ്രസംഗിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നച്ചോ, പള്ളിയിലൊന്നും പ്രസംഗിക്കാൻ എന്നെ കിട്ടില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പ്രസംഗിക്കാൻ പേടിയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോ, എങ്കിൽ നീ തന്നെ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ വർഷത്തെ 84 ദുഃഖവെള്ളിയാഴ്ച ഞാൻ ആലപ്പുഴ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഒരു പ്രസംഗം നടത്തി. അതിനുശേഷം പിന്നെ ഇന്നു വരെ പിന്നോട്ട് പോയിട്ടില്ല. എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും ഏതൊക്കെ പള്ളികളിൽ ഞാൻ പോകുന്നു, അത് ഓർത്തഡോക്സ് പള്ളിയിൽ മാത്രമല്ല, മാർത്തോമാ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിൽ, എവിടെയാണോ ഞാൻ പോകുന്നത് ആ സ്ഥലത്തുള്ള പള്ളികളിൽ പോകാനും അവിടെയൊക്കെ ദൈവവചനം സംസാരിക്കാനും ദൈവം എനിക്ക് വലിയ ഒരു അവസരം ഒരുക്കി തന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ വന്നൊരു വലിയ മാറ്റം. പ്രിയപ്പെട്ടവർ, ഇന്ന് കുറച്ചു സമയമേ ഉള്ളൂ, എങ്കിലും ആ സമയത്ത് തന്നെ ചുരുക്കിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹം രാജു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ എൻ്റെ ഭാര്യയുടെ സഹോദരിയെ കല്യാണം കഴിച്ചത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയ് ആണെന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞില്ല, പറയരുതെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിച്ചിരുന്നു. എങ്കിലും എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാള് കാനഡയിലും ഒരാള് ഹോങ്കോങ്ങിലും. ഇവർക്ക് 2 പേർക്കുമായിട്ട് 5 കുഞ്ഞുങ്ങളുണ്ട്. അതായത് 5 പേരക്കുട്ടികളുടെ ഒരു വല്യപ്പനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കണ്ടാ തോന്നുന്നില്ല അല്ലേ? പക്ഷെ അത് ഞാൻ ഒരു മുത്തച്ഛനാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ എൻ്റെ പേരക്കുട്ടികളുടെ സംഭാഷണം വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഒരിക്കലും എൻ്റെ മൂത്ത ഗ്രാൻഡ് സൺ, എൻ്റെ മൂത്ത പേരക്കുട്ടി, അവൻ അമ്മയോട്, അതായത് എൻ്റെ മൂത്ത മകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അവൻ ചോദിക്കുകയാണ്, അമ്മേ, ഈ ദൈവം എന്ന് പറയുന്നത് ഒരു ഒമ്നിപൊട്ടന്റ്, ഒമ്നിപ്രസന്റ്, എന്താ ഒമ്നിസിയന്റ് എന്നൊക്കെ പറയുന്നു, എന്താ ഇതിന്റെ അർത്ഥം? അവള് എക്സ്പ്ലെയിൻ ചെയ്തു. ഒമ്നിസിയന്റ് എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയാണ്. ഒമ്നി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കുന്ന ആളാണ്. ഒമ്നിപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്. അങ്ങനെയുള്ള ഒരു ദൈവം. അപ്പോൾ അവൻ ചോദിച്ചു, ഇങ്ങനെയൊരു ദൈവത്തിന് നമ്മളെ എല്ലാവരെയും ഓർമ്മിക്കാൻ കഴിയുമോ? ഞാനിവിടെ ഹോങ്കോങ്ങിൽ ഇരിക്കുന്ന എന്നെയും കാനഡയിൽ ഇരിക്കുന്ന ഡേവിഡിനെയും തിരുവനന്തപുരത്തിരിക്കുന്ന അപ്പച്ചനെയും ഒക്കെ എങ്ങനെയാണ് ദൈവം ഓർമ്മിക്കുന്നത്? ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ മാത്രം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണോ ഈ ദൈവം എന്ന് പറയുന്നത്? അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ പിള്ളേരല്ലേ, അവർക്ക് ഈ സൂപ്പർ കമ്പ്യൂട്ടറും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ല നിശ്ചയമാണ്. അവൻ വിചാരിച്ചത് ഈ ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ, ഏറ്റവും പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജപ്പാനിലുള്ള ഫുഗാക്കു എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ട്രില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആണ് ഒരു സെക്കൻഡിൽ അത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, അതിനേക്കാളും ഒക്കെ വലിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു കുഞ്ഞല്ലേ, അവന് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുകയായിരുന്നു. നമ്മുടെ ഒക്കെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടല്ലേ, എന്റെ ദൈവം തിരിച്ചറിയുമോ?
എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ അവന്റെ മനസ്സിലുണ്ടോ? എന്നൊക്കെ സംശയങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവാം. ഈ സംശയങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് ഒരു നല്ല മാർഗമുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിലെ 139 സങ്കീർത്തനം എടുത്ത് വായിക്കുക. എല്ലാവരും നിർബന്ധമായും വായിക്കേണ്ടുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 139. അതിൽ അത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ സങ്കീർത്തനത്തില് ഇതിനെ 4 ഭാഗങ്ങളായിട്ട് ഇതിനെ നമുക്ക് വിഭജിക്കാം. ആദ്യത്തെ ഭാഗം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. അത് എന്താണ്? അത് ആ ഭാഗത്തിൽ പറയുന്നു. ഞാൻ വേഗത്തിൽ ഒന്ന് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ പ്രൈവറ്റ് ലൈഫ് നിനക്കറിയാം. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്നും ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. അതിൽ എന്റെ പബ്ലിക് ലൈഫ് എല്ലാം നിനക്കറിയാം. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എന്ന് പറയുന്ന ഈ ആദ്യത്തെ 6 വാക്യങ്ങൾ. അതില് 6 വാക്യങ്ങളിൽ 13 പ്രാവശ്യം ഞാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷില് ഫസ്റ്റ് പേഴ്സൺ ഐ ഓർ വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ആണ്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു, അല്ലെ? യു എന്നുള്ളതാണ് സെക്കൻഡ് പേഴ്സൺ. ഈ 6 വാക്യങ്ങളിൽ 13 പ്രാവശ്യം ഞാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. 10 പ്രാവശ്യം നീ, യു എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഞാനും നീയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ ആദ്യത്തെ 6 വാക്യങ്ങളിൽ കൂടി നാം അറിയുന്നത്. അതെന്താ പറയുന്നത്? മനസ്സിലാക്കുന്നത് എന്താ? ഞാൻ എല്ലാ കാര്യങ്ങളും, എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. എന്റെ പ്രൈവറ്റ് ലൈഫ്, എന്റെ പേഴ്സണൽ ലൈഫ്, എന്റെ പബ്ലിക് ലൈഫ്, പിന്നെ ഞാൻ നടക്കുന്നത്, പോകുന്നത്, എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. നീ അറിയാത്ത ഒരു കാര്യം കൊണ്ട് ഞാൻ എന്റെ നാവിൽ നിന്നും മുതിരുന്നില്ല. ഇതൊരു അത്ഭുതകരമാണ്. ദിസ് ഇസ് ബിയോണ്ട് മൈ കോംപ്രിഹെൻഷൻ. ഇത് എനിക്ക് മനസ്സിലാക്കാവുന്നതിലും ഒക്കെ അത്യധികമാണ് എന്നാണ് ദാവീദ് പറയുന്നത്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എന്ന് പറയും. പരസ്പരം നമ്മൾ പേപ്പറിലൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ? 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു അച്ചായന്റെ അമ്മച്ചിയുടെ ഒക്കെ പടം ചിലപ്പോൾ മിക്കവാറും നമ്മൾ പത്രങ്ങളിൽ കാണും. ചിലപ്പോൾ ഇവരോടൊന്ന് ചോദിച്ചു, 50 വർഷം വിവാഹം ആഘോഷം നടത്തുന്ന ഈ അച്ചായനും അമ്മച്ചിക്കും പലപ്പോഴും ഭർത്താവിനെയും ഭാര്യയും നല്ല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വഴിയില്ല, അല്ലെ? അവര് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കില്ല. പക്ഷെ എന്നാൽ ദൈവം അങ്ങനെയല്ല. നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവനറിയാം. നമ്മളുടെ വിചാരം നമുക്ക് എല്ലാത്തിനെ കുറിച്ചും നല്ല ഗ്രാഹ്യം ഉണ്ടെന്നാണ്. ഇപ്പൊ ഞാൻ ചില കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാം. അത് നിങ്ങൾ ഉത്തരം പറയാൻ മെനക്കെടുന്നുണ്ട. ഞാൻ തന്നെ പറയാം, ഉത്തരവും ഞാൻ പറയാം. ഇപ്പൊ തന്നെ ചോദിക്കുന്നു, നമ്മൾ പനാമ ഹാറ്റ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മളിപ്പോ അമേരിക്കയിൽ ഇരിക്കുന്ന രാജുവിനൊക്കെ അത് കണ്ടിട്ടുണ്ടാവണം. പനാമ ഹാറ്റ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തരത്തിലുള്ള ഒരു ഹാറ്റാണ്. ഈ പനാമ ഹാറ്റ് എവിടെയാ ഉണ്ടാക്കുന്നത്? അപ്പൊ ചോദിക്കുക, എന്തൊരു മണ്ടൻ ചോദ്യ സാറേ ഈ ചോദിക്കുന്നത്. പനാമ ഹാറ്റ് പനാമയിൽ ഉണ്ടാക്കുന്നു എന്നായിരിക്കും നിങ്ങൾ മറുപടി പറയുന്നത്. ശരിയല്ല. പനാമ ഹാറ്റ് ഉണ്ടാക്കുന്നത് ഇക്വഡോർ എന്ന സ്ഥലത്താണ്. പിന്നെ നമ്മൾ റഷ്യൻ ഒക്ടോബർ റെവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. റഷ്യക്കാരുടെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഒക്ടോബർ റെവല്യൂഷൻ. ഈ ഒക്ടോബർ റെവല്യൂഷൻ ഏത് മാസത്തിലാണ് റഷ്യയിൽ നടത്തുന്നത്? അപ്പോഴും ചോദിക്കും, ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ, അല്ലാതെ എപ്പോഴാ? അല്ല, അത് നവംബറിലാണ് നടത്തുന്നത്. പിന്നെ ചൈനീസ് ഗൂസ്ബെറി എവിടെ നിന്നും വരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും ചൈനയിൽ നിന്നും വരുന്നു, അല്ലാതെ എവിടെ നിന്ന്? അല്ല, ചൈനയിൽ നിന്നല്ല വരുന്നത്, അത് ന്യൂസിലാൻഡിൽ നിന്നാണ്. അപ്പൊ നോക്കൂ, നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും നമുക്ക് അറിവില്ല. പലതും നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവമേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ കൂടുതൽ ഡിഗ്രികൾ സമ്പാദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത്, അല്ലെ? അപ്പോൾ നമ്മളുടെ ഈ അജ്ഞതയെ ഒന്ന് തുറന്നു കാണിക്കുന്നതാണ് വാസ്തവത്തിൽ വിജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത. അത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇനിയും ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം, നമ്മളുടെ പരിജ്ഞാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദൈവത്തിന്റെ കാര്യം അങ്ങനെയല്ല. അവന് എല്ലാം അറിയാം, എല്ലാവരുടെയും ആവശ്യങ്ങളെ കുറിച്ച് അവനറിയാം. ഈ അടുത്ത കാലത്ത് ഞാനൊരു മനോഹരമായ ഒരു സംഭവ കഥ ഞാൻ വായിച്ചു. ഒരു ഇന്ത്യൻ മേജറുടെ കഥയാണ്.
ഒരു ഇന്ത്യൻ മേജർ. നമുക്ക് കാർഗിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള സ്ഥലമാണ് കാർഗിൽ. അത് വലിയ മഞ്ഞുമലകളുള്ള സ്ഥലമാണ്. അത് ഇന്ത്യയിലാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. കാർഗിൽ യുദ്ധത്തിൽ അവർ തോറ്റു. ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ്. എന്താണെന്നറിയാമോ? ഈ മേജർ അദ്ദേഹത്തിന്റെ അവിടെ കാർഗിൽ മലയുടെ മുകളിലുള്ള സൈനിക പോസ്റ്റില് 1 മാസത്തിൽ കൂടുതൽ ആളുകളെ പോസ്റ്റ് ചെയ്യില്ല. കാരണം അത്രമാത്രം തണുപ്പാണ്, കൊടും ശൈത്യമാണ്. അവിടെ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഓരോ ഗ്രൂപ്പിനെയും മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു മേജറും ഒരു 10-15 പട്ടാളക്കാരും സൈനിക പോസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ ഒരു മേജർ അദ്ദേഹത്തിന്റെ ടേൺ വന്ന സമയത്ത് ഈ 10-15 പട്ടാളക്കാരെയും കൊണ്ട് അങ്ങോട്ട് കാർഗിൽ മലയിലേക്ക് പോവുകയായിരുന്നു. കുറേ ദൂരം മലകളെല്ലാം കയറി കഴിഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരൊക്കെ തളർന്നു. അവർക്ക് മല കയറാൻ വയ്യാന്നായി. ഒരു ഗ്ലാസ് ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചു. ആ മഞ്ഞുമലയിൽ എവിടെയാ ചായ കിട്ടാൻ? അങ്ങനെ നോക്കി അവരങ്ങോട്ട് വളരെ വളരെ വിഷമിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ദൂരെ ഒരു ചായക്കട കണ്ടു. ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ചായക്കട പുറത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. ഒരു തട്ടുകട. ചായക്കട എന്നൊന്നും പറയാനില്ല. ആ മരക്കഷ്ണങ്ങളുടെ വിടവിലൂടെ അവർ അകത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ചായപ്പൊടിയും പഞ്ചസാരയും ചായപാത്രവും കോപ്പുകളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആള് പുറത്തുനിന്നും പൂട്ടിയിരിക്കുക. ആളില്ലാതെ എങ്ങനെ അതിനകത്ത് കയറും? അപ്പോൾ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, നമുക്ക് ഈ ലോക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് അകത്ത് കയറി ചായ ഉണ്ടാക്കാം. എന്താ അതിന്റെ കുഴപ്പം? പക്ഷെ ഇന്ത്യയുടെ സൈനികരെന്ന് പറയുന്നവർ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളവരല്ല, അല്ലെ? അവര് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട കടക്കാരന്റെ കട ഭേദിച്ച് അകത്ത് കഴിയുന്നത് ശരിയാണോ? അപ്പോൾ മേജർ പറഞ്ഞു, ഇല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പട്ടാളക്കാരെല്ലാം തളർന്ന് അവശരായിരുന്നു. ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയായിരുന്നു. അവസാനം അവരുടെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോഴും മേജർ പറഞ്ഞു, ശരി, നിങ്ങൾ പൂട്ട് പൊട്ടിച്ചുകൊള്ളൂ. അവര് പൂട്ട് പൊട്ടിച്ചു. അകത്ത് കയറി പഞ്ചസാരയും ചായയും എല്ലാം ഇട്ട് നല്ല മനോഹരമായിട്ട് 1 ഗ്ലാസിന് പകരം 2 ഗ്ലാസ് ചായ കുടിച്ചു. ഉഷാറായി. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകുമ്പോഴും മേജർക്കൊരു കുറ്റബോധം. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്നും ഒരു 2000 രൂപയുടെ നോട്ട് എടുത്ത് പഞ്ചസാര ഭരണിയുടെ അടിയിൽ വെച്ചു. എന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അവരുടെ സൈനിക ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് അവർ വീണ്ടും മടങ്ങി വന്നു. മലയെല്ലാം ഇറങ്ങി വീണ്ടും മടങ്ങി വന്നപ്പോൾ പഴയ ചായക്കട കണ്ടു. അവിടെ ചെന്ന് വീണ്ടും ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഇപ്രാവശ്യം അവിടെ ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു. ഒരു വൃദ്ധനായ ഒരു ചായക്കച്ചവടക്കാരൻ, പാവപ്പെട്ട മനുഷ്യൻ. അയാൾക്ക് ഇത്രയും പട്ടാളക്കാരെയെല്ലാം കണ്ടപ്പോൾ സന്തോഷമായി. എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അദ്ദേഹം തുടങ്ങി. അപ്പോൾ ഒരു പട്ടാളക്കാരൻ ചോദിച്ചു, ഇവിടെ ഈ മഞ്ഞുമലയില് നിങ്ങൾ ഇങ്ങനെ ഒരു ചായക്കട നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ ചായക്കടക്കാരൻ പറഞ്ഞു, അങ്ങനൊന്നും കുഴപ്പമില്ല സാർ, എന്റെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ അവര് ചോദിച്ചു, ഈ മഞ്ഞുമലയിൽ ദൈവമോ? എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളെ നോക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരു അനുഭവം പറയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കുറച്ചു നാൾ ഒരു മാസം മുമ്പ് എനിക്കൊരു മകനേ ഉള്ളൂ. എന്റെ മകനെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയി. കുറെ വിവരങ്ങൾ അവനോട് ചോദിച്ചു. അവനെ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ തീവ്രവാദികൾ സമ്മതിച്ചില്ല. അവനെ മർദ്ദിച്ച് അവശനാക്കി. എന്നിട്ട് അവനെ റോഡിൽ വലിച്ചെറിഞ്ഞു. അത് കണ്ട് ഞാൻ അവനെയും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ ചെലവിന് 1000 രൂപ വേണമായിരുന്നു. എന്റെ കയ്യിൽ അത്രയും രൂപ ഉണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 1000 രൂപ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്റെ കട ആരോ തുറന്നിരിക്കുന്നതായി കണ്ടു. അകത്ത് നോക്കിയപ്പോൾ ആരോ അകത്ത് കിടന്ന ചായ കുടിച്ചതായും എനിക്ക് ബോധ്യമായി. പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പഞ്ചസാരയുടെ ഭരണിയുടെ അടിയിൽ 2000 രൂപയുടെ ഒരു നോട്ടിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ദൈവമല്ലാതെ ആരാണ് ഇത് കൊണ്ടുവയ്ക്കുക എന്നോട് പറഞ്ഞു. പട്ടാളക്കാരെല്ലാം മേജറുടെ മുഖത്തോട്ട് നോക്കി. ഒന്നും പറയരുതെന്ന് അദ്ദേഹം ആംഗ്യം കാണിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മേജറുടെ കണ്ണ് ഈറനണിഞ്ഞത് അവർ കണ്ടു. പ്രിയപ്പെട്ട, ഇതാണ് ദൈവം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവൻ അറിയുന്നു. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ ചെവി തരും, അവൻ കേൾക്കും, അതിനുള്ള പ്രൊവിഷൻ അവൻ ഉണ്ടാക്കി തരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ എല്ലാം അറിയുന്നവനാണ്. ഇനി നമ്മൾ നോക്കുക, ഇതിനകത്ത് ഇനി അടുത്ത് പറയുന്നത് അവൻ ഒമിനി പ്രസന്റ് ആണ് എന്ന് വെച്ചാൽ അവൻ സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നു. അവിടെ വീണ്ടും നാം വായിക്കുന്നുണ്ട്, അവിടെ ദാവീദ് ചോദിക്കുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ അവിടെ നീ ഉണ്ട്,
ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ചെന്ന് പറഞ്ഞാൽ കിഴക്ക്, ഞാൻ സമുദ്രത്തിന്റെ അറ്റത്തെന്ന് പറഞ്ഞാൽ വെസ്റ്റ് പടിഞ്ഞാറ്, അവിടെ ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കി എന്നെ പിടിക്കും, ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും യാത്രയായി ചിരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുള് പോലും നിനക്ക് മറവായിരിക്കുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഭാഗങ്ങളിൽ അടുത്ത ആദ്യത്തെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ സർവജ്ഞാനിയായ ദൈവത്തെ നാം പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് 7 മുതൽ 12 വരെയുള്ള ഈ വാക്യങ്ങളിൽ സർവവ്യാപിയായ ദൈവത്തെ നാം കാണും. എവിടെ പോയാലും അവൻ അവിടെയുണ്ട്. ദ ടെയിൽസ് ഓഫ് ഹസാദീൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഒരു ജൂത തത്വജ്ഞാനിയായ മാർട്ടിൻ ബൂബർ 20ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ തത്വജ്ഞാനിയാണ്. അദ്ദേഹം ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെയും മനുഷ്യന്റെയും ബന്ധത്തെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. Where I wander, you. Where I ponder, you. Only you, you again, always you. You. When I am gladdened, you. ഞാൻ സന്തോഷവാനായിരിക്കുമ്പോൾ നീ അവിടെയുണ്ട്. When I am saddened, you. ഞാൻ ദുഃഖിതനായിരിക്കുമ്പോഴും നീ അവിടെയുണ്ട്. Only you again, always you. എല്ലായ്പ്പോഴും നീ. You. Sky is you. Earth is you. You above, you below. Only you again, always you. You. In every trend, at every end, only you again, always you എന്നിരിക്കും. എവിടെ പോയാലും അവനുണ്ട്. എന്റെ മുകളിലും എന്റെ താഴെയും, എന്റെ ഇടതും എന്റെ വലത്തും, എന്റെ മുൻപിലും എന്റെ പിൻപിലും അവനുണ്ട്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. ദൈവം ഒമിനി പ്രസന്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്. അവനെ വിട്ടുപോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, ഒരു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഒരു നല്ല കഥയുണ്ട്. 80 വർഷങ്ങൾക്ക് മുമ്പ് 1942 എഴുതിയ ഒരു കഥയാണ്. കുട്ടികൾക്കുള്ള കഥയാണ് കേട്ടോ. വലിയവരും കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം ഇതിനകത്ത് കുട്ടികളൊന്നും അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ കഥ ദ റൺഅവേ ബണ്ണി എന്നൊരു കഥയാണ്. മാർഗരറ്റ് ബ്രൗൺ എന്ന ഒരു വനിതയാണ് ഈ മനോഹരമായ കഥ എഴുതിയിരിക്കുന്നത്. അത് ഒരു കൊച്ചു 2 മുയലുകളുടെ കഥയാണ്. ഒരു തള്ളമുയലും ഒരു ചെവിയൻ മുയലും, ഒരു കുഞ്ഞു മുയലും, ബണ്ണി റാബിറ്റും. അപ്പോൾ ഒരു ബണ്ണി റാബിറ്റ് നല്ല വികൃതി, കൊച്ചു കുഞ്ഞല്ലേ, അപ്പൊ നമുക്ക് ഒരുപാട് വികൃതിയൊക്കെ ഉണ്ടാവും. അപ്പൊ വികൃതിയായ ഈ കൊച്ചു റാബിറ്റ് അമ്മയോട് പറഞ്ഞു, ഞാൻ ഓടിപ്പോകാൻ പോവാണ്. അപ്പൊ അമ്മ റാബിറ്റ് പറഞ്ഞു, ഞാൻ നിന്റെ പിന്നാലെ ഓടി വരും. അപ്പൊ ഉടനെ തന്നെ എന്റെ പിന്നാലെ ഓടി വന്ന് എന്നെ പിടിക്കുമ്പോഴ് ഞാൻ മീനായി മാറി ഞാൻ സമുദ്രത്തിലേക്ക് തന്നെ ചാടും. അപ്പൊ അമ്മ റാബിറ്റ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനൊരു ഫിഷർമാനായി, ഒരു മീൻപിടുത്തക്കാരനായി നിന്നെ പിടിക്കും. അപ്പോൾ കുഞ്ഞു റാബിറ്റ് പറഞ്ഞു, എങ്കിൽ ഞാനൊരു പാറയായി മലയുടെ മുകളിൽ പോയിരിക്കും. അപ്പോൾ അമ്മ റാബിറ്റ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു പർവ്വതാരോഹകനായി, മല കയറുന്നവനായി വന്ന് നിന്റെ അടുത്ത് വരും. ഇങ്ങനെ ഉള്ള ഒരു സംഭാഷണം ഇതിലുണ്ട്. അവസാനം കുഞ്ഞു റാബിറ്റ് പറയും, എന്റെ പ്രിയപ്പെട്ട അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവുകയില്ല എന്ന് പറയും. അപ്പോൾ അമ്മ റാബിറ്റ് 2 കൈയും കൊണ്ട് കുഞ്ഞിനെ മാറോട് അണയ്ക്കുന്ന അതിമനോഹരമായ ഒരു കഥയാണ്. ഇത് വായിക്കുമ്പോൾ ഞാൻ ഈ 139ാം സങ്കീർത്തനം ഓർക്കും. ദൈവം ഇതുപോലെയാണ്. നമ്മളെല്ലാം അവന്റെ കയ്യിൽ നിന്നും കുതിറിപ്പോകാൻ ശ്രമിക്കുന്നു, മാറിപ്പോകാൻ ശ്രമിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ നാം മനസ്സോടെ ആയിരിക്കില്ല അത് ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നാം ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളിലൂടെ, ദുഷ്പ്രവൃത്തികളിലൂടെ, ദുഷ്ടരായ കൂട്ടുകാരുടെ കൂടെ കൂടി നാം അവനിൽ നിന്നും, അവന്റെ സന്നിധിയിൽ നിന്നും മാറിപ്പോകും. പക്ഷെ അപ്പോഴൊക്കെ അവൻ നമ്മുടെ പിന്നാലെ വരും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ, കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരു നല്ല ഒരു ഇടയന്റെ ഉപമ പറയുന്നുണ്ട്. 100 ആടുകളുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 ആട് വഴിതെറ്റി പോയാൽ ആ ഇടയൻ എന്താ ചെയ്യുക? ആ 99നെയും വിട്ടേച്ച് ആ ഓടിപ്പോയ ആടിന്റെ പിന്നാലെ പോകും. അതാണ് നല്ല ഇടയൻ. അപ്പോൾ ദൈവം ഇങ്ങനെയാണ്. അവൻ നമ്മൾ എവിടെ പോയാലും അവൻ നമ്മളുടെ പുറകെ വരും. നമ്മളെ അവൻ മാറോടണയ്ക്കും. അതാണ് അതിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധമാണ് നമുക്ക് ദൈവവുമായിട്ട് ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന പലരും ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള എന്റെ സുഹൃത്തുക്കളും ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കൂ, ഈ മതം എന്ന് പറയുന്നത് എന്താണ്? ഈ മതം എന്ന് പറയുന്നത് കുറെ സിദ്ധാന്തങ്ങളോ അനുഷ്ഠാനങ്ങളോ അത് വല്ലതുമാണോ? അതൊക്കെ പാലിക്കുന്നതാണോ ഈ മതം എന്ന് പറയുന്നത്? അത് പ്രൗഢങ്ങളായ വേദമന്ത്രങ്ങളുടെ മേഘനിർഘോഷമാണോ?
അത് ഇന്ദ്രിയങ്ങളെ തൊട്ടുണർത്തുന്ന സങ്കീർത്തനങ്ങളുടെ അനർഗള ഗാനമാണോ? അത് കുറെ പുണ്യ ഗ്രന്ഥങ്ങളുടെ സമുച്ചയമാണോ? അത് കുറെ വിശ്വാസ പ്രമാണങ്ങളുടെ പ്രഘോഷണമാണോ? ഇതൊന്നുമല്ല മതം. മതം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അതിന്റെ ആന്തരികത എന്ന് പറയുന്നത്, അന്തസത്ത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. അവനുമായി നാം എത്രമാത്രം ഗാഠമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അത് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണിത്. ആ ബന്ധം കുറെ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്നതല്ല, അല്ലെ? കുറെ ഡിഗ്രികൾ സമ്പാദിച്ചാൽ കിട്ടുന്നതല്ല. വേദപഠനം നടത്തി ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരിപ്പോ നമ്മുടെ അച്ഛന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വൈദിക സെമിനാറിൽ പോയി പഠിച്ചവരാണ്. അവരൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് വേദത്തെ കുറിച്ചൊക്കെ നല്ല ജ്ഞാനമുള്ളവരാണ്. അതൊന്നും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ദൈവവുമായിട്ട് ഒരു അഗാധ ബന്ധം സ്ഥാപിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. വൈദിക സെമിനാരിയിൽ പോകേണ്ട, അച്ഛനാവേണ്ട, തിരുമേനിയാവേണ്ട, മസ്നബ്സ ഇടേണ്ട, അംശപടി പിടിക്കേണ്ട, ഒന്നും ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? അവനുമായി ഒരു ഗാഢ ബന്ധം. എങ്ങനെയാ അത് ഉണ്ടാവുക? നോക്കൂ, നിങ്ങള് തീർച്ചയായിട്ടും നമ്മളെ കത്തോലിക്കരുടെ പള്ളികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ ലിറ്റിൽ ഫ്ലവർ ചേർച്ച് എന്നും പറഞ്ഞ നിങ്ങൾ ചില പള്ളികൾ കണ്ടിട്ടില്ലേ? ലിറ്റിൽ ഫ്ലവർ ചേർച്ച്. ആരാണ് ഈ ലിറ്റിൽ ഫ്ലവർ? ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞൊരു ഒരു സന്യാസിനിയാണ്, ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററിന്റെ പേര് തെരേസ എന്നാണ്. അവര് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു സിസ്റ്ററാണ്. 1873 ജനുവരി 2-ാം തീയതി ജനിച്ച ഒരു പെൺകുട്ടിയാണ് കൊച്ചു തെരേസ. ഭയങ്കര നല്ല സുന്ദരിയായ, വളരെ നല്ല ജൂബിലന്റ് ആയിട്ടുള്ള, നല്ല ഓടി നടന്ന് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. ഒരു സമയത്ത് കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പോലും വിചാരിച്ചു. അവരുടെ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവകരുണയിലൂടെ അവൾ വളർന്നു. 10-11 വയസ്സായപ്പോൾ മുതലേ അവൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും സന്യാസി മഠത്തിൽ ചേരണം, കാർമലൈറ്റ് മൊനാസ്ട്രിയിൽ ചേരണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവിടെ ചെന്ന് പറഞ്ഞു, അവർ പറഞ്ഞു, യു ആർ ടു യങ്, പോയി കുറച്ചുനാൾ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. സമ്മതിച്ചില്ല. 15 വയസ്സായപ്പോൾ തന്നെ മഠത്തിൽ കയറി. അത് കഴിഞ്ഞ് അവൾ കർത്താവുമായിട്ട് അഗാധമായ സ്നേഹത്തിലായി. അവൾ പള്ളിയിൽ നിന്ന് പള്ളിയിൽ പാട്ട് പാടുന്നവരുടെ കൂടെ നിന്ന് ക്വയറിന്റെ കൂടെ നിന്ന് പാടുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒച്ചത്തിൽ ദൈവത്തെ വിളിച്ച് സ്തുതിക്കുന്ന സമയത്ത് ഈ കൊച്ചു തെരേസ പാട്ട് പാടുമ്പോൾ അവളുടെ പാദങ്ങൾ നിലത്ത് തൊട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. അവൾ ഭക്തി പാരവശ്യത്തോടുകൂടി പാട്ട് പാടുമ്പോൾ അവൾ ഉയർന്നു പൊങ്ങുമായിരുന്നു, വായുവിൽ പൊങ്ങുമായിരുന്നു അത്രേ. അങ്ങനെയിരുന്ന അത്രയ്ക്കും അഗാധമായ കർത്താവിനോട് സ്നേഹമുള്ള ഈ കൊച്ചു സിസ്റ്റർ, അവളെ ലിറ്റിൽ ഫ്ലവർ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലിറ്റിൽ ഫ്ലവർ ചേർച്ച് എന്നൊക്കെ പേര് വരുന്നത്. ഈ ലിറ്റിൽ ഫ്ലവർ കർത്താവിനെ അത്രമാത്രം അഗാധമായി സ്നേഹിച്ചിരുന്നു. എല്ലാ പ്രയാസങ്ങളും അവന്റെ മുന്നിൽ അടിയറവ് വെച്ചിരുന്നു. അവന്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. ഈ കൊച്ചു തെരേസ ഒരു ദിവസം അങ്ങനെ വഴിയിൽ കൂടി നടന്നു പോകുമ്പോഴേ എതിരെ ഒരു പയ്യൻ വരുന്നത് കണ്ടു. ഈ പയ്യൻ ഈ തെരേസയോട് ചോദിച്ചു, ഹു ആർ യു എന്ന് ചോദിച്ചു. നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മടിയും കൂടാതെ തെരേസ പറഞ്ഞു, ഐ ആം തെരേസ ഓഫ് ജീസസ്. ഞാൻ ജീസസിന്റെ തെരേസയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് തെരേസ ചോദിച്ചു, അത് പോകട്ടെ, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഐ ആം ജീസസ് ഓഫ് തെരേസ എന്ന് പറഞ്ഞു. ഞാൻ തെരേസയുടെ ജീസസ് ആണ് എന്ന് പറഞ്ഞു. കൊച്ചു തെരേസയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഈ വിധമായിരുന്നു. പ്രിയപ്പെട്ട, എങ്ങനെയാണ് അഗാധമായ ബന്ധമുണ്ടാക്കുക? അപ്പോൾ ഈ ബന്ധമുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് വൈദിക സെമിനാരിയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അവർ പോകുന്നത് കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്നറിയാമോ, നമ്മൾക്ക് ഒരാളെ ഉള്ളൂ, നമുക്ക് മറ്റാരുമില്ല. എല്ലാം എന്റെ കർത്താവാണ്, എന്റെ ദൈവമാണ് എന്നൊരു വിചാരമുണ്ട്. അവനല്ലാതെ എനിക്കൊന്നുമില്ല. അവനാണ് എന്റെ എല്ലാത്തിനും മതിയാകുന്നവൻ. അതിലും വലുതായി എനിക്ക് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒന്നുണ്ടാവണം. വീണ്ടും ഞാനൊരു അനുഭവം പറയട്ടെ, നിങ്ങളോട് പങ്കുവെക്കട്ടെ. ജിം എന്നൊരു ചെറുപ്പക്കാരന്റെ കഥയാണ്. ഇതും ഒരു സംഭവ കഥയാണ്. ഈ ജിം എന്ന് പറയുന്ന ആൾ ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അവൻ വെറും ഒരു വർക്ക്ഷോപ്പിൽ, ഒരു കാർ ഉണ്ടാക്കുന്ന, കാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. അനാഥനായിരുന്നു, ആരോരുമില്ലാത്ത നമ്മുടെ തെരുവിന്റെ സന്തതിയായിരുന്നു ഈ ജിം. അവന്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ആ വർക്ക്ഷോപ്പിന്റെ ഉടമ അവനെ അവിടെ വിളിച്ച് ഒരു ജോലി കൊടുത്തു. ആ ജോലിയിലാണ് അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്
അവിടെ അവന് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അവന് ആകെ ബൊഷിഞ്ഞ വസ്ത്രങ്ങളെ ഒരു പേ ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒരിക്കലും തല ചീകിയിരുന്നില്ല. അവൻ മുഖത്തിൽ താടിമീശകളൊക്കെ വളർത്തി വളരെ വികൃതമായ ഒരു വേഷത്തിലായിരുന്നു അവൻ ജീവിച്ചു പോകുന്നത്. അതിന് മാത്രം വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഈ ജിമ്മ പക്ഷെ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും കൃത്യം 12 മണിയാകുമ്പോൾ അവൻ അടുത്തുള്ള ഒരു പള്ളിയിൽ പോകും. അവിടെ പള്ളിയിൽ ചെന്നിട്ട് എന്താ ചെയ്യാന്നറിയാമോ? അവൻ പള്ളിയിൽ ചെന്ന് നിന്നിട്ട് അവിടെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കും. എന്നിട്ട് പറയും, ജീസസ് ഇറ്റ് ഈസ് മീ ജിം. ജീസസ് ഇത് ഞാനാണ് ജിം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് ശുശ്രൂഷക്കാരന് ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇവൻ ചുമ്മാതെ എന്തോ ചെറിയ ചുണ്ടനങ്ങുന്നതല്ലാതെ പ്രാർത്ഥിക്കുന്ന ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ വേഷമൊക്കെ ധരിച്ച് ഒരു കള്ളനെ പോലെ വരുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് അവിടുത്തെ കപ്പ്യാരി എന്ന അച്ഛനോട് പറഞ്ഞു, ഈ വരുന്ന ആൾ അത്ര ശരിയല്ല, ഇവനെ കണ്ടില്ല, അവന്റെ കള്ളന്റെ ലക്ഷണമുണ്ട്, ഇവനെ നമുക്ക് സുഗതമെല്ലാം പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നതായിരിക്കും എന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിചാരിച്ചു, ശരി ഒന്ന് നോക്കിക്കളയാം, ആരാണ് ഇവനെന്ന് നോക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ ഒരു ദിവസം ഇവൻ പ്രാർത്ഥിക്കുന്ന സമയം നോക്കി അടുത്തു വന്നു. അപ്പോൾ ഇവന്റെ ചുണ്ട് അനങ്ങുന്നതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. ഒരു 2-10 മിനിറ്റ് പോലും നിന്ന് പ്രാർത്ഥിക്കുന്നില്ല. വരുന്നതും കാണാം, എന്തോ ഇങ്ങനെ ചുണ്ട് അനക്കുന്നതും കാണാം, അത് കഴിഞ്ഞിട്ട് പോകുന്നതും കാണാം. ഇതെന്താ, എന്ത് കൂത്താണ്? അപ്പോൾ അച്ഛൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ജിം, ഞാൻ ഇവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നു. നീ ഇവിടെ എന്തിനാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. എന്നിട്ട് നീ പ്രാർത്ഥിക്കുന്നൊന്നും ഞാൻ കാണുന്നില്ലല്ലോ, പിന്നെ നീ എന്താ ഇവിടെ വന്ന് പറയുന്നത്? അപ്പോൾ ജിം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥനയൊന്നും അറിഞ്ഞുകൂടാ, എഴുതും വായനയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആരും എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഞാനിവിടെ വന്നിട്ട് എനിക്കറിയാവുന്ന പ്രാർത്ഥന പറയും. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിനക്കറിയാവുന്ന പ്രാർത്ഥന എന്താണ്? അപ്പോൾ ജിം പറഞ്ഞു, എനിക്കൊന്നും മാത്രമേ അറിയാവുള്ളൂ, ഞാൻ പറയും, യേശുവേ ഇത് ഞാൻ ജിം നിന്റെ മുൻപിൽ എന്ന് പറയും, ജീസസ് ഇറ്റ് ഈസ് മീ ജിം എന്ന് പറയും, ഇത്രയും എനിക്കറിയാവുള്ളൂ അച്ഛാ എന്ന് പറഞ്ഞു. ജിം അവിടെ നിന്ന് പോയി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴ് ഒരു വാർത്ത കേട്ടു, ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് അവന്റെ 2 കാലും ഒടിഞ്ഞു എന്ന ഒരു വാർത്ത കേട്ടു. കുറെ നല്ല മനുഷ്യര് അവനെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മുടെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയെക്കാളും കഷ്ടമുള്ള ഒരു ആശുപത്രിയായിരുന്നു അത്. സർക്കാർ ആശുപത്രി എല്ലാം മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. എന്നാലും ചില ആശുപത്രികളിൽ ഇപ്പോഴും വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, സർക്കാർ ആശുപത്രിയിലെ പേ വാർഡുകൾ പോകാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ വളരെ കുറച്ച് പേ വാർഡ്സേ ഉണ്ടാവുള്ളൂ. ജനറൽ വാർഡിൽ പോയാൽ ദുരിതമാണ്. 9ാം വാർഡുണ്ട്, അവിടെ ആണെങ്കിൽ ആരോരും ഇല്ലാത്തവരെ കൊണ്ട് തള്ളുന്ന ഒരു വാർഡാണത്. ആരും നോക്കാനില്ല, ആരും അന്വേഷിക്കാനില്ല. അങ്ങനെ വരുന്ന ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരു വിശേഷണവും ഇല്ലാത്ത ആൾക്കാരെ ആരോരും ഇല്ലാത്തവരെ കൊണ്ട് വിടുന്ന വാർഡാണത്. ആ വാർഡിൽ ജിമ്മിനെ കൊണ്ടാക്കി. അവിടുത്തെ നഴ്സസിന് സാധാരണ ഈ വാർഡിൽ പോകാനൊന്നും വലിയ ഇഷ്ടമല്ല. കാരണം അവിടെ ചെന്നാൽ എപ്പോഴും പരാതിയാ. ആളുകൾക്ക് ഏത് സമയം നോക്കിയാലും കുറ്റങ്ങൾ പറയാനേ സമയമുള്ളൂ. എപ്പോഴും അവർ പെറുപെറുക്കും, എപ്പോഴും അവർ കംപ്ലൈന്റ് ചെയ്യും. അവിടെ നഴ്സുമാർക്ക് അവിടെ പോകാൻ അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവിടെ എപ്പോഴും നോക്കിയാലും കരച്ചിലും ബഹളവും ഒരു സന്തോഷമില്ലായ്മയായിരുന്നു ആ വാർഡിൽ മുഴുവനും. അങ്ങനെ ഇരിക്കെ ഈ ജിം വന്നതിന് ശേഷം ആ വാർഡിൽ ഒരു വലിയ മാറ്റം കണ്ടു. ആ മാറ്റം കണ്ടിട്ട് അവർക്ക് അത്ഭുതമായി. ആരും കംപ്ലൈന്റ് ചെയ്യുന്നില്ല, ആരും പരാതിപ്പെടുന്നില്ല, ആരും പെറുപെറുക്കുന്നില്ല, ആരും കുറ്റങ്ങളൊന്നും പറയുന്നില്ല. എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം? അപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് അവരോട് ചോദിച്ചു, ഇപ്പോഴെന്താ നിങ്ങൾക്കുടെ പരാതികളൊക്കെ തീർന്നോ? ആരും ഒന്നും കുറ്റങ്ങളൊന്നും പറയുന്നില്ലല്ലോ, എല്ലാവരും വളരെ സന്തോഷചിത്തരാണല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴ് അവിടെ ഇരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ദേ ആ കിടക്കുന്ന മനുഷ്യനാണ്, ജിമ്മാണ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെന്നിട്ട് ജിമ്മിനോട് ചോദിച്ചു, നിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണ്? നിന്റെ 2 കാലും ഒടിഞ്ഞു കിടക്കുകയല്ലേ, നിന്നെ അന്വേഷിക്കാൻ ആരും വരുന്നില്ല, എന്നിട്ട് നീ വളരെ സന്തോഷവാനാണല്ലോ, എന്താ നിന്റെ സന്തോഷത്തിന്റെ കാരണം? അപ്പോഴ് ജിം പറഞ്ഞു, എന്റെ സന്തോഷത്തിന്റെ കാരണം എന്റെ സന്ദർശകനാണ്. സന്ദർശകനോ? ഈ വാർഡിൽ ആ ഒരു സന്ദർശകനും ഇന്നുവരെ വന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഏത് സന്ദർശകനെ കുറിച്ചാണ് നീ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ല, എല്ലാ ദിവസവും 4 മണിയാകുമ്പോഴ് ഒരു സന്ദർശകൻ വരും. എന്നിട്ട് സന്ദർശകൻ വന്നിട്ട് നിനക്ക് ആ സന്ദർശകൻ എന്താണ് നിന്നോട് പറയുക? അപ്പോൾ ജിം പറഞ്ഞു, ആ സന്ദർശകൻ വന്നിട്ട് പറയും,
ജിം, ഇറ്റ് ഈസ് മീ ജീസസ്. ഞാൻ ജിം, ഇതാ ഞാൻ യേശു നിന്റെ മുൻപിൽ എന്ന് പറയും. ഇതാണ് എന്റെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇതാണ് അഗാധമായ ബന്ധം എന്ന് ഉപയോഗിച്ചത്. ഈ പാവപ്പെട്ട മനുഷ്യൻ, അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യൻ, ഒരു പഠനവും നടത്താത്ത ആള്, അല്ലെ, ഒരു വേദപുസ്തകം വായിച്ചിട്ട് പോലും ഇല്ല, ഒരു പ്രാർത്ഥനയും കാണാതെ അറിയില്ല. എന്നാലും ഇങ്ങനെയുള്ള ഒരാളിന് പോലും ദൈവവുമായിട്ടൊരു അഗാധ ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു, ഇല്ലേ? ഈ ബന്ധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇതാണ്, ഈ ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഈ മതത്തിന്റെയൊക്കെ അന്തസത്ത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആത്മീയ ബന്ധം ദൈവവുമായിട്ടുണ്ടോ? ഞാൻ ക്രൈസ്തവനായതുകൊണ്ട് ഞാൻ എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയും. ഒരു മുസൽമാനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവന്റെ അള്ളാഹുവിനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയും. ഒരു ഹൈന്ദവനാണ് കേൾക്കുന്നതെങ്കിൽ എന്റെ ദേവൻ അല്ലെങ്കിൽ എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയും. ആരുമാകട്ടെ, ദൈവത്തോട് ബന്ധമുണ്ടോ, ദൈവവുമായി അഗാധമായ ബന്ധമുണ്ടോ, ഇൻസേഷ്യബിൾ ആയിട്ടുള്ള ഒരു തേഴ്സ്റ്റ് ഉണ്ടോ അവനെ കുറിച്ച് എന്നുള്ളതാണ് പ്രധാനം. It is at its heart a personal relationship with Jesus Christ, with the living God who knows you thoroughly. നമ്മളെ മുഴുവനും, നമ്മളെ ആദ്യം മുതൽ മുടി വരെ അറിയാവുന്ന ഒരാളിനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. You enter that relationship when you put your trust in the substitute he provided. ദൈവം നൽകിയ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് യേശുക്രിസ്തു, അല്ലെ? അവൻ നമ്മളൊരു പെനാൽറ്റി കൊടുത്തു. എന്തായിരുന്നു പെനാൽറ്റി? ക്രൂശിൽ മരിക്കുക എന്നുള്ളതായിരുന്നു ആ പെനാൽറ്റി. ആ പെനാൽറ്റി നടത്തിയത് എന്തിനാണ്? കാരണം നമ്മൾ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപക്കറകൾ മായ്ച്ചു കളയുവാനായിട്ട് ഒരാളെ ബലി കൊടുക്കണമായിരുന്നു. അതാണ് കർത്താവ് ചെയ്തത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കർത്താവ് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രൂശിൽ തൂങ്ങി മരിച്ച് അവൻ ആത്മത്യാഗം ചെയ്തത് കൊണ്ടാണ് അവൻ എന്നെയും നിങ്ങളെയും ദൈവത്തിലേക്ക് അടുപ്പിച്ചത്, അല്ലെ? ദൈവം നമ്മള് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാണ് ഈ ദൈവം ഒരു സ്വന്തം മകനെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വയറ്റിലൂടെ ഒക്കെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ച് കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വാസ്തവത്തിൽ ഞാൻ ഒരിക്കൽ പരുമലയിൽ ഒരു ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് വന്ന് ചോദിച്ചതാണ്. ഒരു പെൺകുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ആദ്യം ചോദിക്കാൻ കുറച്ച് മടി. അന്ന് ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ പെൺകുട്ടി വിചാരിച്ചു, ഇയാൾ വലിയ ഓഫീസറൊക്കെ അല്ലേ, അപ്പൊ എങ്ങനെയാ ചോദിക്കുക? അപ്പൊ ഈ കുട്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. അപ്പൊ ഞാൻ അടുത്ത് വിളിച്ചു. ഞാൻ എന്താ മോക്ക് എന്തോ പറയണമെന്ന് തോന്നുന്നുണ്ടല്ലോ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സാറ് ദേഷ്യപ്പെടുമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ദേഷ്യപ്പെടില്ല, ധൈര്യമായിട്ട് പറയൂ, എന്താ ചോദ്യം? അപ്പോഴേ ആ കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ്, സാറ് ഇതിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു, ഈ ദൈവം എന്തിനാ ഈ ഒരു ഇങ്ങനെയൊക്കെ ഇത്രയും പാടുപെട്ടൊക്കെ ചെയ്തത്? ഒരു പാവപ്പെട്ട 10-14 വയസ്സുള്ള ഒരു ഗ്രാമീണ പെൺകുട്ടിയെ ഉദരത്തിലൂടെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതാ ദൈവത്തിന് അങ്ങ് സ്വന്തമായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ, ഞാനിതാ വന്നിരിക്കുന്നു, ഞാനിതാ അവതരിച്ചിരിക്കുന്നു, ഞാൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു? എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത്? അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. റഷ്യയില് ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു, പക്ഷെ നിരീശ്വരവാദിയായിരുന്നു. ദൈവത്തിലും പള്ളിയിലും പട്ടക്കാലിലും ഒന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഒത്ത് ക്രിസ്മസ് അവധിക്ക് സൈബീരിയയിലുള്ള തന്റെ ഫാം ഹൗസിലേക്ക് പോയി. അപ്പോൾ ഭാര്യ നേരെ മറിച്ച് വലിയ വിശ്വാസിയായിരുന്നു. മക്കളും ദൈവവിശ്വാസത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം അതിനൊന്നും എതിർപ്പ് പറഞ്ഞില്ല. ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക, no problem. As far as I am concerned, I have no faith in God. I don't believe in this cock and bull story of ദൈവം ഒരു പെൺകുട്ടിയുടെ വയറ്റിലൂടെ പുറത്തു വന്നു, എന്നിട്ട് ദൈവം തന്റെ ഏകജാതനെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം നടക്കുകയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ സൈബീരിയയിൽ അവിടെ ഫാം ഹൗസിൽ പോയി. ക്രിസ്മസ് അവധിക്ക് പോയതാ. ക്രിസ്മസ് രാത്രി ആയപ്പോഴത്തേക്കും ഭാര്യയും മക്കളും പതിര കുർബാനയ്ക്ക് പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. അപ്പം ഭാര്യ ചോദിച്ചു, മനുഷ്യ നിങ്ങൾ ഇന്നെങ്കിലും വരുന്നോ പള്ളിയിൽ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് നോൺസെൻസ്, ഇത് എന്ത് സ്റ്റോറിയാണിത്, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഭാര്യയും മക്കളും കൂടെ പള്ളിയിലേക്ക് പോയി.
പള്ളിയിൽ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 12 ഭയങ്കര തണുപ്പാണ് സൈബീരിയയിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ തണുപ്പ് സമയത്ത് അദ്ദേഹം അങ്ങനെ വീടിനകത്ത് തീയും കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആരോ കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വിചാരിച്ചു, ആരാവും ഈ രാത്രിയിൽ വന്ന് കതകിൽ തട്ടുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ജനാലകളിലൊക്കെ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹത്തിന് ഭയമായി. ഈ രാത്രി വല്ല കള്ളന്മാരും വന്ന് അകത്ത് കയറാൻ ശ്രമിക്കുകയാണോ? എന്നിട്ട് അദ്ദേഹം ഓടി ചെന്ന ജനാലിന്റെ അടുത്ത് ചെന്ന കർട്ടനൊക്കെ അങ്ങോട്ട് നീക്കി ആ കർട്ടൻ മാറ്റിയിട്ട് അതിലൂടെ പുറത്തോട്ട് നോക്കി, ആരാണ് ഈ പുറത്തുനിന്ന് തട്ടുന്നത്? അപ്പോൾ നോക്കിയപ്പോഴുണ്ട് കുറെ ദേശാടന പക്ഷികള് കതകിൽ വന്ന് തട്ടുകയാണ്. അപ്പൊ ഇദ്ദേഹം ഒരു പക്ഷി സ്നേഹിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ ഒരുപാട് പക്ഷികളെ അദ്ദേഹം വളർത്തുന്നുണ്ടായിരുന്നു. പക്ഷി സ്നേഹിയായി മനുഷ്യന് മനസ്സിലായി, പുറത്ത് അതിശൈത്യമാണ്, കൊടും തണുപ്പാണ്. അത് ആ തണുപ്പ് സഹിക്കാൻ വയ്യാതെ പക്ഷികൾ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. വീടിനകത്ത് ചൂടുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അകത്ത് ശ്രമിക്കാൻ വേണ്ടി, അകത്ത് കയറാൻ വേണ്ടിയിട്ട് അവർ വന്ന് അതിന്റെ കൊക്കുകൊണ്ട് ആ ജനാലകൾ തട്ടുകയായിരുന്നു. ഇത് കണ്ട് പക്ഷി സ്നേഹിയായി മനുഷ്യൻ വന്ന് ഈ മെയിൻ കതക് അങ്ങ് തുറന്നിട്ടിട്ട് വിചാരിച്ചു, പക്ഷികൾ അകത്തേക്ക് കയറട്ടെ, അതിനെ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ചു. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും പക്ഷികളെല്ലാം അങ്ങ് പറന്നുപോയി. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. അതിങ്ങനെ ചുറ്റും പറന്നു നടന്നാല് കുറച്ചു കഴിയുമ്പോൾ ഇത് സഹിക്കാതെ ഓരോന്നും മരിച്ചു വീഴും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, അടുക്കളയിൽ ചെന്ന് കുറെ ബ്രെഡ് എടുത്ത് കുറെ പീസുകൾ, ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അദ്ദേഹം വരാന്തയിൽ നിന്ന് മുമ്മച്ചത്തേക്ക് വാഴ ഇങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, പക്ഷികള് ഈ ബ്രെഡ് പീസസ് തിന്നാൻ വേണ്ടിയിട്ട് തിന്ന് വരാന്തയുടെ അടുക്കൽ അകത്തോട്ട് വരുന്ന സമയത്ത് പതുക്കെ അതങ്ങ് അകത്തോട്ട് കയറിക്കൊള്ളും എന്ന് വിചാരിച്ചു. അദ്ദേഹം ഇതേപോലെ ബ്രെഡ് പീസസ് എടുത്ത് വിതറി. പക്ഷെ പക്ഷികളുണ്ടോ ഇതൊന്നൊക്കെ മൈൻഡ് ചെയ്യുന്നു. അതൊന്നും കൊത്താൻ വേണ്ടി വന്നില്ല. അത് ചുറ്റും വീണ്ടും ഇങ്ങനെ പറന്നു നടക്കുകയായി. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഐഡിയ വന്നു. അദ്ദേഹം വിചാരിച്ചു, ഈ അകത്ത് ഞാൻ വളർത്തുന്ന പക്ഷിക്കൂട്ടിൽ നിന്നും കുറെ പക്ഷികളെ പുറത്തേക്ക് വിട്ടാല് അതിങ്ങനെ പുറത്തോട്ട് പോകും. അത് കഴിഞ്ഞ് തണുപ്പ് വരുമ്പോൾ അത് അകത്തേക്ക് തിരിച്ചു വരും. അതിന്റെ പിന്നാലെ ഈ ദേശാടന പക്ഷികളും അതിന്റെ പിന്നാലെ വരും. അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഓക്കെ, ചെന്നിട്ട് ഈ പക്ഷികളെ തുറന്നു വിട്ടു. ഈ പക്ഷികളെ തുറന്നു വിട്ടപ്പോൾ ആ പക്ഷികൾ പുറത്തേക്ക് പറന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഈ വളർത്തു പക്ഷികളൊക്കെ അതിന്റെ കൂട്ടിലേക്ക് പ്രവേശിച്ചു. അതിന്റെ പിന്നാലെ ഈ ദേശാടന പക്ഷികളും അതിന്റെ പിന്നാലെ എത്തി. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, പക്ഷികളെ രക്ഷിക്കാൻ ഒരു പക്ഷി തന്നെ വേണമായിരുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ ഇതുപോലൊരു മനുഷ്യൻ വേണമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനെ നൽകിയത്. നിങ്ങൾ വേദപുസ്തകം മുഴുവൻ അരിച്ചു പെറുക്കി വായിച്ചുള്ളൂ. ദൈവം, നമ്മൾ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് കേൾക്കുന്നുണ്ട്. മോശ, പിന്നെ എസെക്കിയേല് തുടങ്ങി മാലാഖി വരെയുള്ള പ്രവാചകന്മാര്, അവസാനം യോഹന്നാൻ സ്നാപകൻ വീണ്ടും പ്രവാചകനാണ്. എല്ലാവരെയും ദൈവം അവരെയൊക്കെ അയച്ചു. അവരെ നൽകിയതായി പറയുന്നില്ല. ദൈവം നൽകിയത് ഒരാളേ ഉള്ളൂ. ആ നൽകിയത്, ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. അത് എന്തിനാണ് നൽകിയത്? അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം അവന്റെ ഏകജാതനായ മകനെ നൽകി. അവനിൽ വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, അവൻ നിത്യജീവൻ പ്രാപിക്കുകയും വേണം. ഇതിനു വേണ്ടിയിട്ടാണ് തന്റെ ഏകജാതനെ അവൻ നൽകിയത്. അപ്പോൾ മനുഷ്യരെ രക്ഷിക്കാൻ ഒരു മനുഷ്യനെ തന്നെ വേണമായിരുന്നു. എന്തിനാണ് ദൈവം ഈ പദ്ധതി ചെയ്തത്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയട്ടെ. നമുക്കറിയാം, ആദാമും ഹൗവയും കഥകളൊക്കെ നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. അവർ ആദ്യ പാപം ചെയ്തപ്പോൾ ദൈവം എന്താ ചെയ്തത്? അവരെ പറുദീസയിൽ നിന്നും പുറത്താക്കി. പിന്നെ അവർ പുറത്തായപ്പോൾ പിന്നെയാണ് നമ്മൾ ആദ്യം വേദപുസ്തകത്തിലെ ഒരു കൊലപാതകത്തെ കുറിച്ച് നാം വായിക്കുന്നത്, അല്ലെ, അറിയുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പാപം പെരുകുകയാണ്. മനുഷ്യർ ദൈവത്തിൽ നിന്നും അകന്നു പോയി. പക്ഷെ ദൈവത്തിന് മനുഷ്യവർഗത്തോട് വലിയ സ്നേഹമായിരുന്നു. പർദീസയിൽ നിന്നും മാലാഖമാർ വീണപ്പോൾ ദൈവം അവരെ കൈകൊടുത്ത് താങ്ങിയില്ല. പക്ഷെ മനുഷ്യൻ വീണപ്പോൾ ദൈവം അവരെ കൈകൊണ്ട് താങ്ങി. അവരെ തിരിച്ച് അവനിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യജാതിയെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ തന്റെ ഏകജാതനെ അതിനു വേണ്ടി നിയോഗിച്ചു. അവന്റെ ക്രൂശിലെ ക്രൂശിലൂടെ അവൻ അകന്നു നിന്ന മനുഷ്യജാതിയെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ഇതാണ് the purpose behind giving his only begotten son. തന്റെ ഏകജാതനായ മകനെ നൽകിയതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഇതായിരുന്നു. അതാണ് നൽകിയത്.
അപ്പോൾ ഇവിടെ ഞാനിപ്പോ പറഞ്ഞു, ഇവിടെ ആദ്യം ഞാൻ ഒംനിസിയന്റ് ആയ ദൈവത്തെ കുറിച്ച് പറഞ്ഞു, എല്ലാം അറിയുന്നവനായ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കാണ്, ഞാന് പിന്നെ എന്റെ കല്യാണം 83-ലാണ് നടന്നത്. നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോഴ് എല്ലാം അവിടെ കാണും, ആളുകളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല അല്ലെ. പിന്നെ വല്ല വാനിന്നോടെയോൺ കയ്യാൽ എന്നൊക്കെ പറയുന്ന മനോഹരമായ പാട്ട്, അല്ലെങ്കിൽ ഏതൻ തോട്ടം നട്ടോനെ നീയാണൻ മണവാളൻ എന്നൊക്കെ പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കും. അല്ലാതെ പ്രാർത്ഥനയിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ കല്യാണ ദിവസം ഞാൻ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് എന്റെ ഭാര്യ ഷീലു അവളുടെ അടുത്തൊക്കെ നിന്നപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അച്ഛൻ പറഞ്ഞു, മനസ്സിലെ ഇംഗിതങ്ങൾ അറിയുന്നവന്റെ മുൻപിലാണ് നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. എന്റെ കർത്താവേ, എന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ നീ അറിയോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കാണിച്ച വികൃതികളൊക്കെ നീ അറിയോ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു ചമ്മലായി. അപ്പൊ എനിക്ക് പെട്ടെന്ന് കേട്ടു, ഇല്ല പേടിക്കണ്ട, നീ വികൃതിയാണ്, നീ കുഴപ്പക്കാരനാണ്, നീ കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉള്ളവനാണ്, പക്ഷെ എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്ത് ഇംഗിതങ്ങൾ മനസ്സിലുണ്ടായാലും അത് ദൈവം നിവർത്തിച്ചു തരും. ഞാൻ 85-ല് ഞാൻ കൊച്ചിയിലെ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ പിന്നെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഔദ്യോഗിക ആവശ്യത്തിന് ഡൽഹിയിൽ പോയി. അന്ന് NCDC എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോർപ്പറേഷൻ ഉണ്ട്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ആ സമയത്ത് ഡൽഹിയിൽ ഹൗസ് കാസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മനോഹരമായ ഐക്കോണിക് ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ MD കാണാൻ ചെന്നപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ റൂം, ഗംഭീര മുറി, എല്ലാം നല്ല എയർ കണ്ടീഷനിങ് ചെയ്ത അടിപൊളി ഒരു മുറി. അവിടെ ഒരു ഓഫീസർ ഇരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഒരു ദിവസമെങ്കിലും ഇവിടെ ഈ ഓഫീസിലൊന്ന് ഇരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിലൊന്ന് വിചാരിച്ചതേ ഉള്ളൂ. എനിക്ക് ആ പോസ്റ്റ് കിട്ടിയൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അതിനു വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അത് കഴിഞ്ഞ് 2007 ഞാൻ ഡൽഹിയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് സെക്രട്ടറി ആയി. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷനാണ് NCDC എന്ന് പറയുന്നത്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പൊ ഒരു ദിവസം അവിടുത്തെ MD-ക്ക് ട്രാൻസ്ഫർ ആവോ എന്തോ ചെയ്തപ്പോഴ് എന്റെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിജി, ക്യാൻ യു ടേക്ക് ഓവർ ആസ് MD ഓഫ് NCDC ആസ് അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞു. അഡീഷണൽ ചാർജ് ആയിട്ട് നിനക്ക് അവിടെ ചുമതല കൂടെ നോക്കാമോ എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ പോയി. നോക്കൂ, ഞാൻ ഒരു ദിവസം അവിടെ അകത്ത് കയറി ആഗ്രഹിച്ചതേ ഉള്ളൂ, നടന്നു. 87-ല് ഞാൻ തിരുവനന്തപുരത്ത് നാഷണൽ ഗെയിംസ് സംഘടിപ്പിച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് നാഷണൽ ഗെയിംസ് നടത്തിയത്. അതിന് മുഖ്യ സംഘാടകൻ ഞാനായിരുന്നു. 87-ൽ നടത്തി, വളരെ വളരെ വിജയപ്രദമായി അത് നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനേക്കാളും വലിയൊരു സ്പോർട്സ് ഇവന്റ് എനിക്ക് സംഘടിപ്പിക്കണം. ഒളിമ്പിക്സ് ആണ് ഏറ്റവും വലിയ സ്പോർട്സ് ഇവന്റ്. എന്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത് എനിക്ക് അന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇന്നല്ല, ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത് സംശയമാണ്. ഏതായാലും ഒളിമ്പിക്സ് ഇല്ല. പിന്നെ അതിനേക്കാളും വലിയ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാ? അത് കഴിഞ്ഞാൽ അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലൊന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അന്ന് അത് കഴിഞ്ഞ് കോമൺവെൽത്ത് ഗെയിംസ് 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അതിന്റെ ചുമതലക്കാരനാക്കുമെന്ന്. നടന്നില്ല. അതെല്ലാം കഴിഞ്ഞ് 2009 ആയപ്പോഴും കോമൺവെൽത്ത് ഗെയിംസ് നടക്കില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ അന്ന് എനിക്ക് PMOയിൽ നിന്നും ഒരു കോൾ വന്നു, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നൊരു കോൾ വന്നു, രാവിലെ 11 മണിക്ക് PMOയിൽ വരണം. ഞാൻ പേടിച്ച് വരേണ്ട അവിടെ ചെന്നു. എന്താ കാര്യം? അപ്പോഴാണ് ഞാനടുത്ത് പറഞ്ഞത്, കോമൺവെൽത്ത് ഗെയിംസ് നടത്താനുള്ള ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു, എന്താ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോഴാ ഞാൻ വിചാരിച്ചു, അന്ന് കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഞാൻ വിചാരിച്ചു, എന്റെ മനസ്സിൽ കിടന്ന ഒരു ആഗ്രഹം അതുപോലും എന്റെ കർത്താവ് അറിഞ്ഞു, എന്റെ ദൈവം അറിഞ്ഞു. ഇല്ലേ, ഇതാണ് ഒമിനിസിയന്റ് എന്ന് പറയുന്നത്, എല്ലാം അറിയുന്നവൻ. അവൻ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും അവന്റെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അവൻ അറിയുന്നു. അതാണ് ഒമിനിസിയന്റ് എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഒമിനി പ്രസന്റ് എന്ന്. അവന്റെ അടുത്തു നിന്നും ഒളിച്ചോടി പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമാവില്ല. നമുക്കറിയാം, ആദം ആൻഡ് ഈവ് അവരിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെ? അപ്പോൾ ദൈവം വന്നു, ആദമേ നീ എവിടെ എന്ന് ചോദിച്ചു, അന്വേഷിച്ചു വന്നു. യോന പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം, യോനയുടെ കഥയും അറിയാം. യോന വഴിതെറ്റിപ്പോയി, അവനെയും അന്വേഷിച്ച് ദൈവം ചെന്നു. പിന്നെ ശൗലിനെ കുറിച്ച് അറിയാം, സെയിന്റ് പോളായി മാറിയ ശൗൽ, ക്രൈസ്തവരെ പീഡിപ്പിച്ച മനുഷ്യൻ. അങ്ങനെ പീഡിപ്പിച്ച് നടന്ന് അവൻ ഡമാസ്കസിലേക്കുള്ള യാത്രാ മധ്യേ ഒരു വലിയ വെളിച്ചം കണ്ടു. ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താന്ന് ശബ്ദം കേട്ടു, നീ ആരാണ് എന്നവൻ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന മറുപടിയും കിട്ടി. എവിടെ പോയാലും അവൻ നമ്മുടെ പിന്നാലെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞത്. ഇനിയും ഉണ്ട് ഓംനി പൊട്ടന്റ്.
എന്താണ് ഒമ്നിപൊട്ടന്റ്? നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ മെടഞ്ഞു എന്ന് പറയുന്ന 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് ഒമ്നിപൊട്ടന്റ് എന്ന് പറയുന്നത്. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. You have made me fearfully and wonderfully I have been made. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മഞ്ഞണിഞ്ഞ ഗിരിശൃംഗങ്ങൾ നോക്കി മനുഷ്യർ അത്ഭുതം കൂറും. സമുദ്രത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ കണ്ട് അന്ധാളിക്കും. വളഞ്ഞു പുഴഞ്ഞു ഒഴുകുന്ന നദികൾ നോക്കി നമ്മൾ ആശ്ചര്യപ്പെടും. സമുദ്രത്തിന്റെ പരപ്പ് കണ്ട് വിസ്മയം കൊള്ളും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി നമ്മൾ അത്ഭുത സ്തബ്ധരാകും. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ നോക്കി അത്ഭുതപ്പെടാറില്ല. നമ്മൾ യു ഹാവ് ബീൻ വണ്ടർഫുള്ളി മെയ്ഡ്. ഭയങ്കരവും അതിശയകരവുമായി ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തുമാത്രം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ല, അല്ലെ? നമ്മുടെ ശരീരം എന്ന് പറയുന്ന 65% ഓക്സിജൻ ആണ്, 18% കാർബൺ, 10% ഹൈഡ്രജൻ, 3% നൈട്രജൻ, 1.5% കാൽഷ്യം, 1% ഫോസ്ഫറസ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണല്ലേ നമ്മളിത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിക്കുന്നു, 10 മാസം അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുന്നു, അതിന് വേണ്ടുന്നതെല്ലാം അമ്മയുടെ ഗർഭത്തിൽ നിന്നും ലഭിക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞ് പുറത്തു വന്നു, അവൻ പൊക്കിൾ കൊടി ബന്ധം വിച്ഛേദിക്കുമ്പോൾ കുഞ്ഞൊരു ശ്വാസം എടുക്കുന്നു, അല്ലെ? അപ്പോഴാണ് അവൻ കരയുന്നത്. ആ ഫസ്റ്റ് ബ്രെത്ത് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ. ആ ഫസ്റ്റ് ബ്രെത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഇങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് യു ഹാവ് ബീൻ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഇതാണ് ദൈവം നമ്മളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഒമ്നിപൊട്ടന്റ് ആയിട്ടുള്ള ദൈവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒമ്നിസിയന്റായ, സർവജ്ഞാനിയായ, ഒമ്നിപ്രസന്റായ, സർവവ്യാപിയായ, ഒമ്നിപൊട്ടന്റായ, സർവശക്തനായ ദൈവം നമ്മളുടെ കൂടെയുണ്ട്. അവൻ നമ്മളോടൊപ്പമുണ്ട്. നമ്മളെല്ലാം അവനിൽ സമർപ്പിക്കണം. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങൾ ദാവീദ് ചെയ്യുന്നത്. അവൻ ആ ഹോളിനെസ്സിന് വേണ്ടിയിട്ട് അവൻ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്കും വേണ്ടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവനറിയാം. Does God remember me എന്ന് എന്റെ കുഞ്ഞ് സംശയം ചോദിച്ചാൽ പറയണം, യെസ് ഹി ഡസ്. You are always in his mind. അവന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും നീ ഉണ്ട് എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നമ്മൾ ഉള്ള മനുഷ്യരാണ് നമ്മൾ. അതിൽ നിന്നെല്ലാം മാറി ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇതെനിക്ക് പറയാൻ നല്ല എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ദൈവത്തിന്റെ മുമ്പിൽ വരണമെങ്കിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, അല്ലെ? ആ പാവപ്പെട്ട ജിമ്മിന്റെ അടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടത് കണ്ടില്ലേ? ആ കൊച്ചു തെരേസയുടെ മുൻപിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടില്ലേ? അവരൊക്കെ എങ്ങനെയാണ്? അവരുടെയൊക്കെ മനസ്സ് അതുമാത്രം പവിത്രമായിരുന്നു, ശുദ്ധമായിരുന്നു. വേറെ ഒന്നും അവർ ആഗ്രഹിച്ചില്ല. എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം അവർക്ക് സമീപസ്ഥനായത്. അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരാൾ പോലും ലജ്ജിതനായിട്ടില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അവന്റെ മുഖത്തേക്ക് നോക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതം നമ്മളെ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ എനിക്ക് നമ്മളെ വിശുദ്ധ സെയിന്റ് ഫ്രാൻസിസിന്റെ ഒരു വലിയ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: എന്നെ ആശ്വസിപ്പിക്കുന്നതിലുപരി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, എന്നെ മനസ്സിലാക്കുന്നതിന് പകരം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, എന്നെ സ്നേഹിക്കുന്നതിന് പകരം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കൃപ നൽകണമേ സ്വർഗീയനാഥ. ലഭിക്കുന്നതിലേറെ കൊടുക്കുന്നതിലും, മാപ്പ് ലഭിക്കുന്നതിലേറെ മാപ്പ് കൊടുക്കുന്നതിലും മരിക്കുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്നും ഞാൻ അറിയുന്നു. പറയൂ, എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ചെവി തരും. എല്ലായ്പ്പോഴും നാം അവന്റെ മനസ്സിൽ ഉണ്ടാകും. So the question is answered. Does God remember me? Yes, he does. You are always in his mind. ഇതാവട്ടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്നത്. നമുക്ക് ദൈവത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സന്ധ്യയിൽ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ഈ സംസാരം കേൾക്കാൻ കാണിച്ച സൗമനസ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കട്ടെ.